മൂന്നാം ലോക മഹായുദ്ധമെന്ന അഭ്യൂഹത്തിന് ബലമേകി അമേരിക്കൻ ദീർഘദൂര മിസൈലുകൾക്ക് പിന്നാലെ ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകളും യുക്രൈൻ ഇതാദ്യമായി റഷ്യയിലേക്ക് തൊടുത്തുവിട്ടതായി റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. പ്രമുഖ ബ്രിട്ടീഷ് മാധ്യമമായ ദ ഗാർഡിയനാണ് ഇത്തരമൊരു വിവരം പുറത്ത് വിട്ടിരിക്കുന്നത്. യുക്രൈനുമായുള്ള റഷ്യയുടെ അതിർത്തിയിൽ 10,000-ത്തിലധികം ഉത്തര കൊറിയൻ സൈനികരെ വിന്യസിച്ചതിന് മറുപടിയായാണ് ഇത്തരമൊരു സ്ട്രൈക്കുകൾ ബ്രിട്ടൻ അംഗീകാരം നൽകിയതെന്നാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ സൂചിപ്പിക്കുന്നത് 12 വരെ മിസൈലുകൾ മരീനോ ഗ്രാമത്തിലെ ഒരു കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ലക്ഷ്യത്തിൽ പതിച്ചെന്നാണ്. യുദ്ധസമയത്ത് റഷ്യൻ മണ്ണിൽ ബ്രിട്ടീഷ് ആയുധങ്ങൾ പതിച്ചതായും ബ്രിട്ടീഷ് മാധ്യമം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് മിസൈൽ വീണ പ്രദേശം ഉത്തര കൊറിയൻ റഷ്യൻ ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചിരിക്കാമെന്നാണ് വിവിധ യുക്രൈൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്ഥിരീകരിക്കാത്ത ചിത്രങ്ങൾ കുർസ്ക് മേഖലയിലെ ഒരു സ്ഥലത്ത് മിസൈലിന്റെ ശകലങ്ങൾ കാണിക്കുന്നതായി സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രചരിക്കുന്ന ചിത്രങ്ങൾ സ്റ്റോം ഷാഡോ ശകലങ്ങൾ കാണിക്കുന്നുണ്ടെന്നാണ് പാശ്ചാത്യ ആയുധ വിദഗ്ധനായ ട്രെവർ ബോൾ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ ചിത്രങ്ങൾ അവ നിലവിലുള്ളതാണോ അതോ പഴയ ചിത്രമാണോ എന്നത് പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബ്രയാൻസ് മേഖലയിലെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ യുക്രൈന് അമേരിക്ക വിതരണം ചെയ്ത മിസൈലുകൾ ഉപയോഗിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ബ്രിട്ടീഷ് ആയുധമുപയോഗിച്ചുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നതെന്ന് കുർസ്ക് മേഖലയിലെ ഉത്തര കൊറിയൻ സാന്നിധ്യവും അവിടെ യുക്രൈൻ നുഴഞ്ഞുകയറ്റത്തിനെതിരായി ഉപയോഗിക്കുന്ന 50,000-ത്തോളം സൈനികരുമാണ് ദീർഘദൂര മിസൈലുകൾ വഴി യുക്രൈൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഏകദേശം 250 കിലോമീറ്റർ പരമാവധി ദൂരപരിധിയുള്ള ഒരു ആംഗ്ലോ ഫ്രഞ്ച് ക്രൂയിസ് മിസൈലാണ് സ്റ്റോം ഷാഡോകൾ. റഷ്യയുടെ കരിങ്കടൽ കപ്പലിന്റെ നാവിക ആസ്ഥാനം ഉൾപ്പെടെ അധിനിവേശ ക്രിമിയയിലെ റഷ്യൻ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഇത് ഉപയോഗിക്കുന്നതാണ് നീക്കം. ബാങ്കറുകൾ, വെടിമരുന്ന് സ്റ്റോറുകൾ എന്നിവ കൃത്യമായി ലക്ഷ്യമിടുന്നതിനും ഈ മിസൈലുകൾ ഉപയോഗപ്രദമാണ്. റഷ്യയുടെ അതിർത്തിക്കുള്ളിൽ അമേരിക്കയുടെയും ബ്രിട്ടനെയും ഉൾപ്പെടെ ഏത് നാറ്റോ സഖ്യത്തിന്റെയും ആയുധം വീണാലും അത് നാറ്റോ മോസ്കോയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് തുല്യമാകുമെന്നാണ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകുന്നതിന് ശേഷമാണ് ഈ രണ്ട് ആക്രമണങ്ങളും നടന്നിരിക്കുന്നത്. ഇതോടെ അമേരിക്കയിലും ബ്രിട്ടനിലും എപ്പോൾ വേണമെങ്കിലും ആണവായുധം വീഴാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. റഷ്യൻ ആക്രമണം ഭയന്ന് ഇതിനകം തന്നെ യുക്രൈനിലെ അമേരിക്കൻ എംബസി അടച്ചുപൂട്ടി ഉദ്യോഗസ്ഥർ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഇറ്റലി, ഗ്രീക്ക്, സ്പെയിൻ തുടങ്ങി മറ്റ് നിരവധി രാജ്യങ്ങളും അവരുടെ എംബസികൾ പൂട്ടി സ്ഥലം വിട്ടിട്ടുണ്ട്. അമേരിക്കൻ പൗരന്മാരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മടങ്ങാനും ജാഗ്രത പാലിക്കാനും അമേരിക്ക നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏത് കടുത്ത തീരുമാനം എടുക്കാനും നടപ്പാക്കാനും മടിയില്ലാത്ത റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നും ഒറ്റക്കെട്ടായി യുദ്ധമുഖത്ത് നിൽക്കുന്നതിനാൽ എന്തും സംഭവിക്കുമെന്നതാണ് നിലവിലെ അവസ്ഥ. യുക്രൈനിലെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെ റഷ്യയ്ക്ക് വൻ ആക്രമണം നടത്താൻ നിഷ്പ്രയാസം കഴിയുമെന്നാണ് നാറ്റോ ഉദ്യോഗസ്ഥർ തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതല്ലെങ്കിൽ യൂറോപ്പിലെയും ലോകമെമ്പാടുമുള്ള മറ്റ് അമേരിക്കൻ സഖ്യകക്ഷികളിലെ ലക്ഷ്യങ്ങൾക്കെതിരെയും റഷ്യൻ ആക്രമണത്തിന് സാധ്യത കൂടുതലാണെന്നും അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.